അതായത് ഹരിതകർമ്മസേന അംഗങ്ങളെ പോളിംഗ് ബൂത്തുകളിൽ പോളിംഗിൻ്റെ സഹായികളായി നിയോഗിക്കാൻ വേണ്ടി ഒരു ഉത്തരവ് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവ് പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങളുടെ പ്രതിഷേധം ശക്തമായി രേഖപ്പെടുത്തുകയാണ്. കാരണം ഹരിതകർമ്മസേനാംഗങ്ങളെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പല വാർഡുകളിലും എടുത്തിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്. ഇവരൊക്കെ തന്നെ അവരുടെ തൊഴിൽ കഴിഞ്ഞാലോ അല്ലെങ്കിൽ തൊഴിലിനിടയ്ക്കോ ശക്തമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വർഷങ്ങളായി CPM കൗൺസിലർമാർ വച്ചിരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളാണ് പല വാർഡുകളിലുള്ളത്. ഞങ്ങളുടെ ടേം വന്നിട്ട് അക്കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ പരിശോധന നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം നിയോഗിച്ചിട്ടുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾ നിരവധി പേരുണ്ട്. അവരെയൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിന് സഹായികളായ ബൂത്തുകൾ നിയോഗിച്ചു കഴിഞ്ഞാൽ അവർ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് നടപ്പിലാക്കിയിരുന്നു. പല വാർഡുകളിലും സംഘർഷമുണ്ടായി. ജില്ലാ കളക്ടറെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് തന്നെ സംഘർഷത്തിലേക്ക് ജില്ലാ ഭരണകൂടം തന്നെ തെരഞ്ഞെടുപ്പിനെ ഒരു സംഘർഷത്തിലേക്ക് നയിക്കുകയാണ് എന്നുള്ള രീതിയിൽ BJPയുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ നിന്ന് പിന്മാറണം. അങ്ങനെ അവർക്ക് വോളണ്ടിയേഴ്സിനെ ആവശ്യമുണ്ടെങ്കിൽ മറ്റ് NCCയോ അതുപോലുള്ള മേഖലകളിൽ നിന്നും ആകാം. മറിച്ച് ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ നാളെ ബൂത്തിൽ അഡീഷണലായിട്ട് CPMനെ സഹായിക്കാൻ വേണ്ടി ഒരാളുകൂടെ ഇരുന്നോട്ടെ എന്നുള്ള നിലപാടാണ് ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കും. ബൂത്തുകളിൽ നിന്ന് തന്നെ ആ പ്രതിഷേധം ഉയർന്നു വരും. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഞാനിപ്പോൾ പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ നാളെ പോളിംഗ് സ്റ്റേഷനുണ്ട് വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിൽ. അവിടെ പോയി വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷമാണ് പറയുന്നത് 100 മീറ്റർ ദൂരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ CPMന്റെ ബോർഡ് വച്ചിരിക്കുന്നത് ബൂത്ത് ഓഫീസ് കെട്ടിയിരിക്കുന്നത് ഈ 100 മീറ്ററിനുള്ളിലാണ്. അത് ആവശ്യപ്പെട്ടപ്പോഴേക്കും മെഡിക്കൽ കോളേജ് സർക്കിൾ ഇൻസ്പെക്ടർ പറയുന്നത് അതവിടെ ഇരുന്നോട്ടെ, BJP പ്രവർത്തകരൊക്കെ ബൂത്തിനകത്തിരുന്ന് അവിടുത്തെ കാര്യം നോക്കിയാൽ മതി എന്നാണ് മെഡിക്കൽ കോളേജ് സർക്കിൾ ഇൻസ്പെക്ടർ പറയുന്നത്. അത് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്, സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട്. ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ LDFന് പ്രത്യേകിച്ചും വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ എന്തും ആകാം എന്നുള്ളൊരു സമീപനമാണെങ്കിൽ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ശക്തമായിട്ട് ഇതിൽ ഇടപെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇതുപോലെ തന്നെ പല നിയോജക മണ്ഡലങ്ങളിലും എല്ലാ ചട്ടങ്ങളെയും മറികടന്നുകൊണ്ട് CPM ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ശക്തമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം. അല്ലാത്ത പക്ഷം അതാ സ്ഥലങ്ങളിൽ ജനങ്ങൾ പ്രതിഷേധിക്കും. രാവിലെ ഞങ്ങൾ മദ്യം നൽകി എന്നുള്ളൊരു ആരോപണമാണ് ശിവൻകുട്ടി ഉന്നയിച്ചത്. ഉച്ചയായപ്പോൾ ഞങ്ങൾ പാലക്കാട് പണം നൽകി എന്നുള്ളൊരു ആരോപണം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഉന്നയിക്കുന്നു. ഇതൊക്കെ BJPയെ കേന്ദ്രീകൃതമായിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ CPMും കോൺഗ്രസും ഇങ്ങനെ മത്സരിച്ച് ഉന്നയിക്കുന്നുവെങ്കിൽ കേരളത്തിലെ സാമാന്യ ജനതയ്ക്ക് കാര്യത്തിൻ്റെ പോക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇന്ന് ഇവരുടെ രണ്ടുപേരുടെയും ടാർഗറ്റ് BJPയാണ്. BJPക്കെതിരെ അതാത് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തി BJPയെ പിന്നോക്കമടിപ്പിക്കാമെന്നുള്ള ഒരു മൂഢവിചാരമാണ്. ഇത് അവരുടെ പരാജയ ഭീതിയിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളുകയാണ് BJP ചെയ്യുന്നത്. ആ ദൃശ്യങ്ങളെ സംബന്ധിച്ച് ആ ദൃശ്യത്തിലുള്ള അമ്മ തന്നെ വേറൊരു ദൃശ്യം അതോടൊപ്പം തന്നെ അവരുടെ വാക്കുകളും ചാനലുകൾക്ക് നൽകിയിട്ടുണ്ട്. അവരുടെ പെൻഷൻ കിട്ടിയ പണമാണ് അവരുടെ കയ്യിലിരിക്കുന്നതെന്നും 5000 രൂപ അവർക്ക് എല്ലാ മാസവും മരുന്ന് വാങ്ങാൻ വേണമെന്നും ആ 5000 രൂപയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ തെണ്ടി നടക്കുകയാണെന്നും ഞാൻ ശോഭാ സുരേന്ദ്രൻ്റെ ആൾക്കാർ വന്നപ്പോഴും ഞാൻ പൈസ ചോദിച്ചു എന്നും പക്ഷെ അവരെനിക്ക് തന്നില്ല എന്നും എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ എനിക്ക് പെൻഷൻ കിട്ടിയ പൈസയാണെന്നും ആ അമ്മ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. ഇതിനേക്കാൾ അതിനു വേണ്ടിയുള്ള ഒരു എക്സ്പ്ലനേഷൻ, ഒരു വിശദീകരണം തിരുവനന്തപുരത്ത് നിൽക്കുന്ന BJPയുടെ ആൾക്കാരോ BJPയുടെ പാലക്കാട്ടുള്ള പ്രവർത്തകരോ തരേണ്ട ആവശ്യമില്ല. അത് ആ അമ്മയോട് ചോദിക്കണം. അമ്മയെ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാണ് അങ്ങനെ വാങ്ങിക്കുന്ന ആളായിട്ട് അമ്മയെ ചിത്രീകരിക്കുന്നത്? ആ അമ്മയെ നിങ്ങൾ എന്തിനാ പാവത്തിന് ആ പാവപ്പെട്ട നമ്മുടെയൊക്കെ അമ്മമാരെ പാവപ്പെട്ട അമ്മ എന്തിനാണ് അങ്ങനെ ചിത്രീകരിക്കുന്നത്? അല്ലല്ല, അമ്മ പറഞ്ഞല്ലോ എവിടെ നിന്ന് കിട്ടിയാണെന്ന്. ഒരു അമ്മയൊക്കെ ഇങ്ങനെ നക്കാപ്പിച്ചൊക്കെ വാങ്ങിച്ച് വോട്ട് ചെയ്യുന്നവരാണ് അതേപോലെ ഒരു അമ്മ എന്നൊക്കെ പറഞ്ഞ് അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളെ എതിർക്കാം, പക്ഷെ എന്തിനാ ഈ പാവപ്പെട്ട അമ്മയൊക്കെ ഇങ്ങനെ അപമാനിക്കണം?
അതല്ല ഈ നമ്മൾ ചർച്ച ചെയ്ത അമ്മയുടെ കാര്യമാണല്ലോ. എന്തിനാ പാവപ്പെട്ട ഒരു വനിത ഇങ്ങനെ ഇതാക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ഒരു പാവപ്പെട്ട വനിതയെ ഇങ്ങനെ പൈസ വാങ്ങിക്കുന്ന ആളാണെന്നൊക്കെ എന്തിനാണ് മാധ്യമ പ്രദേവി അങ്ങനെ ചിത്രീകരിക്കുന്നത്? ഓക്കെ.